സത്യൻ അന്തിക്കാടിന്റെ സിനിമകളിലെ ആ പഴയ ഫീൽ ഗുഡ് മാന്ത്രികത അഖിൽ സത്യന്റെ സിനിമകളിലും നമുക്ക് കാണാം. മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു അന്തിക്കാടൻ ശൈലി അഖിലിന്റെ സിനിമകളിലും വളരെ മനോഹരമായി തന്നെ ഇഴുചേർന്നിരിക്കുന്നു. കണ്ടിരുന്നാലും മതിവരാത്ത, വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ആ പഴയ തനിമ നിലനിർത്തിക്കൊണ്ടുതന്നെ കൂടുതൽ പുതിയ കാഴ്ചകളിലേക്ക് അഖിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തന്റെ ആദ്യ ചിത്രമായ പാച്ചുവും അദ്ഭുതവിളക്കും പോലെ തന്നെ പുതിയ ചിത്രമായ സർവം മായും ഒരു വ്യക്തി തന്റെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെ മാറുന്ന കഥയാണ് പറയുന്നത്. നിവിൻ പോളിയെ പഴയ ആ നാടൻ ലുക്കിൽ വീണ്ടും കാണാൻ സാധിക്കുന്നു എന്നത് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകതയാണ്. സംഗീത മോഹങ്ങളുമായി നടക്കുന്ന പ്രഭേന്ദു എന്ന കഥാപാത്രമായാണ് നിവിൻ എത്തുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് ഒരു മന്ത്രവാദിയായി അഭിനയിക്കേണ്ടി വരുന്ന പ്രഭേന്ദു തനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത കാര്യങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ നോക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു പ്രേതത്തെ റിയ ഷിബു കണ്ടുമുട്ടുന്നതോടെ അയാളുടെ ജീവിതം മാറിമറിയുന്നു. സാധാരണ മലയാള സിനിമകളിൽ കാണുന്ന ഭയപ്പെടുത്തുന്ന പ്രേതമല്ല ഇതിലെ ഡെലൂലു. റിയ ഷിബു ആ കഥാപാത്രത്തെ അത്രമേൽ ആകർഷകമായും കുസൃതിയോടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെയും റിയയുടെയും കോമ്പിനേഷൻ രംഗങ്ങൾ പലപ്പോഴും ഫാസിലിന്റെ വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയെ ഓർമ്മിപ്പിക്കും. തമാശകളിൽ മാത്രമല്ല, വൈകാരികമായ രംഗങ്ങളിലും നിവിൻ തന്റെ പഴയ മികവ് തിരിച്ചെടുത്തിട്ടുണ്ട്. സിനിമയുടെ രണ്ടാം പകുതിയിൽ പ്രീതി മുകുന്ദന്റെ കഥാപാത്രം വരുമ്പോൾ കഥാഗതിയിൽ ചെറിയൊരു വേഗതക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ജസ്റ്റിൻ പ്രഭാകരന്റെ മനോഹരമായ സംഗീതം ആ കുറവ് നികത്തുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും പ്രഭേന്ദുവിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും സിനിമ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ അല്പം ഫാന്റസിയും ഒരുപാട് തമാശയും സ്നേഹവും ചേർത്തൊരുക്കിയ സർവം മായ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഒരു മികച്ച അനുഭവം തന്നെയാകും.